പുതുവൈപ്പിൽ കൈക്കുഞ്ഞുങ്ങളുമായി സമരം ചെയ്യുന്നവരെ തല്ലിച്ചതയ്ക്കാൻ ആരാണ് പോലീസിന് നിർദ്ദേശം കൊടുത്തത്? ഈ വിഷയമാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ആദ്യം സമരസമിതി നേതാവായ വിജു പോണത്തിലേക്ക്. ശ്രീ വിജു പോണത്ത്, ഇന്ന് പുതുവൈപ്പിലെ പോലീസ് മർദ്ദനം അത് എങ്ങനെയാണ് ഉണ്ടായത്? കഴിഞ്ഞ ദിവസം ഒരു ഉറപ്പ് കിട്ടിയിരുന്നു എന്ന് പറയുന്നുണ്ട്, ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ IOCക്ക് നിർദ്ദേശം നൽകിയെന്ന്. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം ആരാണ് നൽകിയത്? അങ്ങനെ നിർദ്ദേശം നൽകിയിട്ടും IOC ഇത് ലംഘിച്ചത് ചോദ്യം ചെയ്തപ്പോഴാണോ ഇന്ന് പോലീസ് ലാത്തിചാർജിലേക്ക് സംഭവങ്ങൾ പോയത്? അതെ, കഴിഞ്ഞ ദിവസം ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയിൽ നിന്നാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പ് നൽകിയത്. അതിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയുമായി ഒരു ചർച്ച നടത്തുമെന്നും ആ ചർച്ച നടക്കുന്നവരെ IOCയുടെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഉറപ്പ്. എന്നാൽ ഒരു ദിവസം മാത്രമാണ് നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനം അവർ നിർത്തിവെച്ചത്. ഇന്ന് അവർ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്നതിന് വേണ്ടി പോലീസ് വണ്ടിയിലാണ് തൊഴിലാളികളുമായിട്ട് എത്തിയത്. അതിനെ തുടർന്നാണ് തികച്ചും സമാധാനപരമായിട്ടാണ് ഞങ്ങൾ ഗേറ്റ് ഉപരോധിക്കാൻ വേണ്ടി ചെന്നത്. ആ സമയത്ത് IOCയുടെ ഗേറ്റിനുള്ളിൽ നിന്നും ആരോ ബോധപൂർവം കല്ല് വലിച്ചെറിയുകയും ജനങ്ങളെ പരിഭ്രാന്തരാക്കുകയാണ് ചെയ്തത്. ആ സമയത്താണ് പോലീസ് ലാത്തിചാർജ് നടത്തിയത്. പക്ഷേ ഇങ്ങനെ ഒരു ഉറപ്പ്, അതായത് IOCയോട് പുതുവൈപ്പിലെ പാചകവാതക പ്ലാന്റിന്റെ നിർമ്മാണം നിർത്തിവെക്കണം, ഈ ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകി എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണോ? കഴിഞ്ഞ മാസം ജൂൺ 11 മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ചർച്ച തിരുവനന്തപുരത്ത് നടന്നുവല്ലോ. അവിടെ സമരസമിതിക്ക് അനുകൂലമായ ഒരു തീരുമാനമാണോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്? അല്ല, തീർച്ചയായും ഏകപക്ഷീയമായിട്ടാണ് നിലപാടെടുത്തത് മുഖ്യമന്ത്രി. അതായത് IOCയോട് നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനമായി തുടർന്ന് പോകണമെന്നും സമരസമിതിയോടെ അതിനോട് സഹകരിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി നിലപാടെടുത്തത്. ഇന്നലെ ഞങ്ങൾക്ക് കിട്ടിയ ഉറപ്പ് ഫിഷറീസ് വകുപ്പ് മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയിൽ നിന്നുമാണ്. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്താമെന്നും ചർച്ച നടക്കുന്നതുവരെ IOCയുടെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെപ്പിക്കാമെന്നുള്ള ഉറപ്പാണ് നമുക്ക് കിട്ടിയത്. ശ്രീമതി രസികല പ്രിയരാജ്, ഇങ്ങനെയൊരു ഉറപ്പ് കള്ളത്തരമായി എന്നിപ്പോൾ ബോധ്യമാവുകയാണോ ചെയ്യുന്നത്? IOCയോട് ഇവിടുത്തെ നിർമ്മാണങ്ങൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഫിഷറീസ് മന്ത്രി പറയുകയും ഇന്ന് രാവിലെ തന്നെ അവർ നിർമ്മാണത്തിനായി അവിടെ വരികയും ചെയ്തുവല്ലോ. അതാണല്ലോ ഇങ്ങനെ ഒരു വലിയ പോലീസ് മർദ്ദനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. അപ്പോൾ നുണ പറയുകയാണോ ഉണ്ടായത് ഫിഷറീസ് മന്ത്രി? തീർച്ചയായിട്ടും നമ്മുടെ ഫിഷറീസ് മന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സമരങ്ങൾക്ക് പിൻവലിച്ച് ഞങ്ങൾ സമാധാനപരമായി ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്നത്. ഫിഷറീസ് മന്ത്രിക്ക് ഒരു വിലയും കൽപ്പിക്കാതെ മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയ തീരുമാനങ്ങൾ, ശരിക്കും പറഞ്ഞാൽ അവരുടെ പാർട്ടിക്കുള്ളിലെ ആ ഒരു കെട്ടുറപ്പില്ലായ്മ, ആ ഒരു പോര് അതാണ് ശരിക്കും മേഴ്സിക്കുട്ടിയുടെയും പിണറായിയുടെയും ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ടുപേരുടെയും വാക്കുകളിലൂടെ അവരുടെ ഉൾപ്പോര് തന്നെയാണ് തീർച്ചയായും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംശയിക്കാൻ ഇടയായത്? നിങ്ങൾ വലിയ പ്രതീക്ഷയോട് കൂടിയാണല്ലോ ഈ മാസം 11-ാം തീയതി തിരുവനന്തപുരത്തേക്ക് പോയത്. നിങ്ങളുടെ സമരസമിതിയുടെ നേതാവ് ആ ചർച്ചയിൽ പങ്കെടുത്തുവല്ലോ, ഫിഷറീസ് മന്ത്രി ആ ചർച്ചയിൽ പങ്കെടുത്തുവല്ലോ, സ്ഥലം MLA ആയ S ശർമ്മ പങ്കെടുത്തുവല്ലോ. പക്ഷേ ആ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി സമരസമിതിക്ക് അനുകൂലമായ ഒരു നിലപാട് എടുത്തില്ല എന്നിപ്പോൾ ശ്രീ വിജു പോണത്ത് പറയുന്നു. എന്തുകൊണ്ട് അങ്ങനെ ഒരു നിലപാടുണ്ടായില്ല നിങ്ങൾക്ക് അനുകൂലമായി? നിങ്ങൾ ഹൈക്കോടതി വിധിയും ചൂണ്ടിക്കാണിച്ചു, ഒപ്പം ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഇടക്കാല ഉത്തരവും ചൂണ്ടിക്കാണിച്ചുവല്ലോ. ഇത് രണ്ടും മുഖവിലേക്കെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാതെ പോലീസ് മേധാവിയോട് ആവശ്യപ്പെടുകയായിരുന്നു അവിടെ IOCക്ക് ആവശ്യമായ സംരക്ഷണം നൽകണമെന്ന്. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അത് സമരസമിതിക്കെതിരെയുള്ള ശക്തമായ ഒരു നീക്കം കൂടിയല്ലേ? ഹലോ, കേൾക്കാമോ ശ്രീമതി ശശികല? 11-ാം തീയതി ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം നിങ്ങളുടെ സ്ഥലം MLA ആയ S ശർമ്മ പങ്കെടുത്തിരുന്നു, നിങ്ങളുടെ സമരസമിതിയുടെ മുതിർന്ന നേതാവ് പങ്കെടുത്തിരുന്നു. പക്ഷേ അവിടെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താണ്? അവിടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണല്ലോ ഹൈക്കോടതിയുടെ ഉത്തരവും ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഉത്തരവും. തീർച്ചയായും അത് IOCയുടെ ഉദ്യോഗവൃന്ദത്തിൻ്റെയും ഒത്താശയോടെ കേന്ദ്രത്തിന്, ശരിക്കും പറഞ്ഞാൽ മോദി സർക്കാരിന് വേണ്ടിയിട്ട് കൂടിയാണ് പിണറായി ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം
നടത്തിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ സാധാരണക്കാരനായ ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ടെലിഫോണിൽ ചേരുകയാണ്. ഞാൻ ഒന്ന് ഇടപെടുകയാണ് രസികല, ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഫിഷറീസ് മന്ത്രി ടെലിഫോൺ ലൈൻ. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, എന്താണ് ഇന്ന് ഇങ്ങനെ ഒരു പോലീസ് നടപടി ഉണ്ടാകാൻ കാരണം? താങ്കൾ ഉറപ്പ് കൊടുത്തിരുന്നു എന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത്, നിർമ്മാണം നിർത്തിവെക്കും IOC എന്ന്. അവര് കഴിഞ്ഞ മെനഞ്ഞാന്ന് 16-ാം തീയതി രാത്രി എന്നെ വന്ന് കണ്ടിരുന്നു. അവിടെ അപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിലായിരുന്നു ആളുകളെല്ലാം. അപ്പോൾ പോലീസ് സ്റ്റേഷൻ പിറ്റേന്ന് 17-ന് പ്രധാനമന്ത്രി കേരളം സന്ദർശിക്കുകയാണ്. പുതുതായിട്ട് ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യരുത്, അവര് സമരത്തിൽ നിന്ന് പിന്മാറണം, മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയെ ചർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കും, അതുവരെ അവര് സമരത്തിൽ നിന്ന് പിന്മാറണം. IOCയുടെ പ്ലാന്റ് അവിടെ വേണം എന്നുള്ളത് ആവശ്യമാണ്. ഗവൺമെന്റിന് അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ പക്ഷേ അവരവിടെ സമരം അല്ലല്ല, അവർ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അവർ സമരരംഗത്ത് നിന്ന് തൽക്കാലം മാറി നിന്നിരുന്നു. അവിടെ അവർ ഒരു പ്രകോപനവും ഉണ്ടാക്കിയില്ല. പകരം IOC ആണ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത്. പോലീസ് വണ്ടിയിൽ നിർമ്മാണത്തിന് ആവശ്യമായ ആളുകളെ കൊണ്ടുവന്നു എന്ന് പോലും സമരസമിതി നേതാക്കൾ പറയുകയാണ്. അപ്പോൾ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ അവിടെ കള്ളം പറഞ്ഞു എന്നാണ് സമരസമിതിയുടെ ഇപ്പോഴത്തെ ആരോപണം. അത് ശരിവെക്കുന്നതാണല്ലോ പിന്നീടുണ്ടായ പോലീസ് നടപടി. ഇന്നത്തെ പോലീസ് ലാത്തിചാർജിനെ കുറിച്ച് താങ്കളോട് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞെടുത്ത് തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. അവരെന്നെ വന്ന് കണ്ടു, അവർ സമരത്തിൽ നിന്ന് പിന്മാറണം, CM-ഉമായിട്ട് ചർച്ചയ്ക്ക് അവസരം ഒരുക്കാം എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പൊ അവരെന്നോട് പറഞ്ഞു 4-ാം തീയതി ഗ്രീൻ ട്രൈബ്യൂണലിലെ കേസ് വരുന്നുണ്ട്, കേസിന്റെ ദിവസം വരെ ഈ നിർമ്മാണ പ്രവർത്തനം എല്ലാം നിർത്തിവെക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഗ്രീൻ ട്രൈബ്യൂണലിലെ കേസിന്റെ വിധി എന്താണെന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പില്ലല്ലോ. 4-ാം തീയതി എല്ലാം അന്തിമമായി പരിഹാരം കാണുമെന്ന് നമ്മൾ കരുതാത്തതുകൊണ്ട് 4-ാം തീയതി നിങ്ങളൊരു കട്ട് ഓഫ് ഡേറ്റ് ആയി കാണേണ്ടതില്ല. CM-ഉമായി ചർച്ച വരുമ്പോൾ ആ ചർച്ചയിൽ നിങ്ങളുടെ ആശങ്കകൾ അവിടെ ഉന്നയിക്കുക, ചർച്ച ചെയ്ത് നമുക്ക് വിഷയം പരിഹരിക്കാം. അങ്ങനെ നിങ്ങളും കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഗവൺമെന്റിന് പിടിവാഴ്ചയൊന്നുമില്ല, ജനങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കേട്ടുകൊണ്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് CM-ഉമായി ചർച്ചയിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറയാം. നിങ്ങൾ അതിന് നിങ്ങൾ സഹകരിക്കണം. 4 എന്നൊരു കട്ട് ഓഫ് ഡേറ്റ് എടുക്കരുത്. അതിനിടയിൽ നമുക്ക് ചർച്ച ചെയ്ത് ന്യായമായി പ്രശ്നം പരിഹരിക്കാനുള്ള ഇടപെടലാണ് നടത്തുന്നത്. ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ, മെട്രോയുടെ ഉദ്ഘാടനം, കൊച്ചി മെട്രോയുടെ ഉദ്ഘാടനം നടക്കുന്ന ഇന്നലെ ഒരു ദിവസത്തേക്ക് മാത്രം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കും എന്ന ഉറപ്പായിരുന്നു അത്. വെള്ളിയാഴ്ചയാണല്ലോ ഇവർക്കെതിരെ ഹൈക്കോടതിക്ക് മുന്നിൽ മർദ്ദനമുണ്ടായത്. പറഞ്ഞില്ല, താങ്കൾ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ ഒരു ദിവസമൊന്നും 2 ദിവസമൊന്നും പറഞ്ഞില്ല. 4-ാം തീയതി ഒരു കട്ട് ഓഫ് ഡേറ്റ് ആയി കാണരുത്. നിങ്ങളും താഴേക്ക് വരണം. ഗവൺമെന്റ് നിങ്ങളോട് ചർച്ച ചെയ്യാനും സന്നദ്ധമാണ്. CM-നെ വിളിച്ച് ചർച്ച ചെയ്യാൻ ഒരു അവസരം ഒരുക്കാന്നാണ് ഞാൻ പറഞ്ഞത്. അത് അവരോട് പറഞ്ഞു, കൃത്യമായി പറഞ്ഞു. 4 എന്നൊരു കട്ട് ഓഫ് ഡേറ്റിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ ചർച്ച ചെയ്ത്, തുറന്ന മനസ്സാണ് ഗവൺമെന്റിനുള്ളത്, ചർച്ച ചെയ്ത് നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പിന്മാറണമെന്നാണ് പറഞ്ഞത്. അവര് വളരെ പോസിറ്റീവായിട്ടാണ് എന്നോട് പെരുമാറിയത്. അവർ സമരത്തിൽ നിന്ന് പിന്മാറിയതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയുമായി ചർച്ചയ്ക്കുള്ള അവസരം ഒരുക്കുന്നു എന്ന നിലയിലേക്ക് കാര്യം വന്നു. ഇന്നുണ്ടായത് പിന്നെ നിർഭാഗ്യകരമായ സംഗതിയാണ്. അങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. അങ്ങനെയെങ്കിൽ ആ ഒരു നിർദ്ദേശം കൊടുത്തത് ആരാണ് ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ? സമരസമിതി നേതാക്കളുമായി സർക്കാർ നല്ല രീതിയിലുള്ള സംഭാഷണം ആഗ്രഹിച്ചിരുന്നു. അതിനിടയ്ക്ക് കൈക്കുഞ്ഞുങ്ങളുമായി സമരം ചെയ്യുന്നവരെ തല്ലിച്ചതയ്ക്കുവാനുള്ള നിർദ്ദേശം എവിടെ നിന്നാണ് കിട്ടിയത്? പിന്നെ താങ്കൾ ഈ ചർച്ചയുടെ കാര്യം പറഞ്ഞു. മുഖ്യമന്ത്രിയുമായി ഇതിനു മുൻപും ചർച്ച നടത്തിയതാണല്ലോ ഈ സമരസമിതി നേതാക്കൾ. താങ്കളും ആ ചർച്ചയിൽ ഉണ്ടായിരുന്നതല്ലേ? ആ ചർച്ചയിലും ഇല്ലില്ല, ഞാൻ നേരത്തെ അവരെന്ത് ചർച്ച ചെയ്തു എനിക്ക് അറിയില്ല. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നില്ല. ഇപ്പൊ അവരിങ്ങനെ കുറെ ആശങ്കകൾ അവർ പറഞ്ഞു. എന്തായാലും അങ്ങനെ ഒരു ചർച്ച തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നുവല്ലോ, താങ്കളില്ലായിരുന്നു. ശരി, എന്റെ തെറ്റാണ്. പക്ഷേ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവല്ലോ, താങ്കൾ അറിഞ്ഞ കാര്യമാണല്ലോ അത്. അവിടെ പക്ഷേ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത് പോലീസ് സംരക്ഷണത്തിൽ നിർമ്മാണം നടക്കട്ടെ എന്ന് തന്നെയല്ലേ? അതെ, മുഖ്യമന്ത്രി അങ്ങ് പോലീസ് സംരക്ഷണം എന്ന് പറയുമ്പോൾ പോലീസ് ആൾക്കാർ പ്രതിഷേധിക്കുന്നവരെ തല്ലെന്നൊന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകില്ല. അവിടെ നമ്മൾ IOC പ്ലാന്റ് ഉണ്ടാകണം എന്ന കാര്യത്തിൽ ഗവൺമെന്റ് പൊതു അഭിപ്രായമാണ്. മുഖ്യമന്ത്രി അവിടെ IOC പ്ലാന്റ് ഉണ്ടാകേണ്ടതുണ്ട്. എന്നാൽ ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്കയ്ക്ക് പരിഹാരവും കാണേണ്ടതുണ്ട്. അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന് തന്നെയാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അതാണല്ലോ വീണ്ടും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ചർച്ചയിലൂടെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ. ഞാൻ ഇടപെടുകയാണ്. ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ അല്പസമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് അപേക്ഷിക്കുകയാണ്. ശ്രീ CR നീലകണ്ഠൻ, ജനകീയ സമരങ്ങളെ തല്ലി ഒതുക്കിയ ശേഷമാണ് ഇപ്പോൾ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. ഇപ്പോൾ ഇതിനു മുൻപ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം അധികം ആർക്കും അറിയാവുന്നതല്ല. അത് തിരുവനന്തപുരത്ത് നടന്ന ഒരു ചർച്ചയായിരുന്നു. കുറച്ച് നേതാക്കൾ മാത്രമാണ് പങ്കെടുത്തത്. വൈപ്പിൻ MLA S. ശർമ്മ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അന്ന് പക്ഷേ മുഖ്യമന്ത്രി ഇതിനേക്കാൾ നല്ല ഒരു നിലപാട് സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പോലീസ് നരനായാട്ട് അവിടെ വേണ്ടി വരുമായിരുന്നോ?
അല്ല, ഒന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രി ഈ വികസനം 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 എന്ന് വെങ്കയ്യ നായിഡു പറഞ്ഞ അതേ വാചകം ആവർത്തിച്ച് ഇന്നലെ സംസാരിക്കുന്നത് നമ്മളൊക്കെ കേട്ടു. അതിൻ്റെ തലേന്ന് അതിക്രൂരമായി ജനങ്ങളെ മുഴുവൻ അടിച്ചൊതുക്കി ഒരു വലിയ സീൻ അവിടെ സൃഷ്ടിച്ചു. അതിൻ്റെ വിവരങ്ങൾ ഇന്ന് രാവിലെ ചില മാധ്യമങ്ങളുമായി ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ ഞാൻ അപ്പം തന്നെ പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ നിലപാട് ഈ വികസനത്തിന് അനുകൂലവും അതിന് തടസ്സം വരുന്നവരെ അടിച്ചു തകർക്കലുമാണ് എങ്കിൽ അത് ശരിയായൊരു നിലപാടല്ല എന്ന് മാത്രമല്ല, അത് മുഖ്യമന്ത്രിയുടെ നിലപാടിൽ സത്യസന്ധതയുണ്ടെങ്കിൽ ഈ മിനിയാന്ന് വെള്ളിയാഴ്ച അവിടെ അടിച്ചൊതുക്കിയ ആ DCPയെ മാറ്റി നിർത്തുകയോ അയാളെ സസ്പെൻഡ് ചെയ്യുകയോ അതിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയോ ചെയ്യണമായിരുന്നു. തെരുവിലിട്ട ആളുകളെ അടിച്ചു, ഒരു പ്രകോപനവുമില്ലാതെ. ഞാനത് കണ്ടുകൊണ്ടുന്ന ആളാണ്. അവസാനം എനിക്ക് തല്ല് കിട്ടിയില്ല എന്നുള്ളത് ബാക്കിയൊക്കെ കിട്ടി. ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികളെ റോട്ടിലിട്ട് ഫുട്പാത്തിൽ നിൽക്കുന്ന ആളുകളെ ഇട്ട് അടിച്ച അത്രയും ക്രൂരമായി മിനിയാന്ന് മർദ്ദിച്ചു. ഒരുപാട് ആളുകൾ ജയിലിൽ കൊണ്ട്. ഇന്ന് അതിനേക്കാൾ കുറച്ചുകൂടി കടന്നു. അതിന് കാരണം എന്താ? മിനിയാന്ന് അത് ചെയ്ത ആളെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് ഇന്നലെ ചെയ്തത്. ഒരടിയും ഒരു കാര്യം ചെയ്തില്ല. ഇന്നിപ്പോൾ സഖാവ് VS പറഞ്ഞു അയാളെ സസ്പെൻഡ് ചെയ്യണമെന്ന്. പക്ഷേ ചെയ്യില്ല. കാരണം ഞാൻ പറയുന്നത് 11-ാം തീയതി മുഖ്യമന്ത്രി പറഞ്ഞ അതേ നിലപാടിൽ തന്നെയാണ് മുഖ്യമന്ത്രി നിൽക്കുന്നത്. അതിന്റെ കൈനടത്തിപ്പുകാരനാണ് ജഗദീഷ് ചന്ദ്ര. പുതുവൈപ്പിൽ IOCയുടെ പാചകവാതക പ്ലാന്റ് ഇപ്പോൾ വലിയ ടാങ്കറുകളിൽ പാചകവാതകം സൂക്ഷിച്ചതിന് ശേഷം ബോട്ട്ലിംഗ് പ്ലാന്റിലേക്ക് മാറ്റുവാനുള്ള ഈ ഒരു ബൃഹത് പദ്ധതി, അത് തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള പദ്ധതി എന്നാണ് IOCയുടെ അവകാശവാദം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള പരാതികൾ, പുതുവൈപ്പിലെ ആളുകളുടെ ആശങ്ക, ഇതൊരു വലിയ ബോംബായി മാറുമോ എന്ന ആശങ്ക, ഇത് ഹൈക്കോടതിയിലും ഹരിത ട്രൈബ്യൂണലിലും പോയിരുന്നുവല്ലോ. ഈ രണ്ട് കോടതികളും പക്ഷേ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നില്ലല്ലോ. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പറഞ്ഞില്ല രണ്ട് ഉത്തരവുകളിലും. പിന്നെ സർക്കാരിന് ഏത് രീതിയിൽ ഇടപെടാൻ കഴിയും? നിർമ്മാണ പ്രവർത്തനം സർക്കാരിന് ഇടപെട്ട് നിർത്തിവെക്കുവാൻ കഴിയുമോ? മാത്രമല്ല, IOCക്ക് സംരക്ഷണം നൽകണം എന്നും ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നുണ്ടല്ലോ. ചട്ടങ്ങൾ പാലിച്ചാണ് നിർമ്മാണങ്ങൾ നടക്കുന്നതെങ്കിൽ അവിടെ സംരക്ഷണം നൽകണം എന്ന്. അവിടെ സർക്കാരിന് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും? പോലീസ് സംരക്ഷണം നൽകുക എന്നത് സർക്കാരിന്റെ ബാധ്യതയായി പോയില്ലേ ഈ ഘട്ടത്തിൽ? അല്ല, ഒന്നാമത്തെ കാര്യം, ഹൈക്കോടതിയുടെ ഉത്തരവ് എന്താ? ദുർവ്യാഖ്യാനം ചെയ്യുക അവർ ചെയ്തത്. ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് നിർമ്മാണം നടത്തുന്നതെങ്കിൽ അനുവദിക്കാൻ. ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണോ നിർമ്മാണം നടത്തുന്നതെന്ന് അറിയാൻ ഈ ഗവൺമെൻറ്റിന് ഒരു ബുദ്ധിമുട്ടുമില്ല. 3 കാര്യങ്ങൾ മാത്രം നേരത്തെ പറഞ്ഞതുപോലെ. ഒന്ന്, ഇത് 300 മീറ്റർ ടൈഡ് മേഖലയിൽ നിന്ന് 300 മീറ്റർ നോ ഡെവലപ്മെൻറ്റ് സോൺ കഴിഞ്ഞു വേണം നിർമ്മിക്കാൻ. ഇത് അവിടെയാണോ നിർമ്മിക്കുന്നതെന്നറിയാൻ ഒരു ബുദ്ധിമുട്ടും ഈ സർക്കാരിനില്ല. ഒറ്റ കാര്യം നോക്കിയാൽ മതി. അവിടെ ഇപ്പോഴുള്ള അതിൻ്റെ മതിൽ മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലാവും. ആ മതിലിൽ ഇപ്പോൾ എന്താ പറയുക, തിരയടിച്ച് ഈ നിർമ്മാണ മേഖലയുടെ ഉള്ളിലേക്ക് കടൽ കയറുന്നതായിട്ട് കാണാൻ എറണാകുളത്ത് പോവുകയാണെങ്കിൽ മാതൃഭൂമിക്ക് ബുദ്ധിമുട്ടില്ല, മുഖ്യമന്ത്രിക്ക് ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. 300 മീറ്റർ വിട്ടാണ് നിർമ്മാണം എന്നിവർ അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ അതല്ല എന്ന് പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. പഞ്ചായത്ത് അത് പറഞ്ഞു, പരിശോധിച്ചില്ല. 2, അവിടെ ജനവാസമില്ല എന്ന് പറഞ്ഞു. അവിടെ ഹൈ എറോഷൻ സോണാണ്. പുതുവൈപ്പിൽ ഇവർക്ക് തന്നെ അറിയാം, വളരെ പെട്ടെന്ന് കടലെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. മുമ്പ് വച്ചതാണ്, ഇപ്പോൾ എടുക്കുകയാണ്. 3, അവിടെ ജനവാസമില്ല. ഒറ്റ കാര്യം കൂടി പറയാം സിമ്പിളായിട്ട്. ഇതിൻ്റെ ലൊക്കേഷൻ മാപ്പ് 500, അത് GPS എടുത്താൽ നമ്മൾ GPS-ഉമായി ഈ പ്ലാന്റിൻ്റെ അടുത്ത് ചെന്നാൽ ഇതിവർ കാണിച്ചിരിക്കുന്ന ലൊക്കേഷൻ 500 മീറ്റർ കടലിൽ നിന്ന് ദൂരെയാണ്. അവിടെ അല്ല അത് പണിതിട്ടുള്ളത്. ഇത്രയും അറിയാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് സർക്കാരിന് കഴിയില്ല എങ്കിൽ അതിനർത്ഥം എന്നിട്ടും പദ്ധതിയുമായി മുമ്പോട്ട് പോകും എന്നാണ് പറയുന്നത്. ഹൈക്കോടതി ഉത്തരവിനെ വ്യാഖ്യാനിച്ചാണ് പറയുന്നതെങ്കിൽ അതിൽ ഞങ്ങൾക്കൊന്നും അറിയില്ല. അങ്ങനെ മുഖ്യമന്ത്രിക്ക് പറയാൻ പാടില്ല. അതിനർത്ഥം പറയുന്നുവെങ്കിൽ അതിനർത്ഥം ഈ വികസനം എങ്ങനെയും പോകും. അദ്ദേഹം ഈ ഒരു സംശയം ഒരിക്കലും ഉന്നയിച്ചില്ലല്ലോ. നിയമപ്രകാരമാണോ നടക്കുന്നതെന്ന്? ഹൈക്കോടതി നിയമപ്രകാരമാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. NGT പറഞ്ഞിട്ടില്ല. ഇവർ കൊടുത്ത അഫിഡവിറ്റുകൾ മുഴുവൻ തെറ്റാണ് എന്ന് നമ്മൾ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. 4-ാം തീയതി NGT-യിൽ കേസ് വരികയാണ്. ഇനി നാളെ NGT-യിൽ 4-ാം തീയതി ഇതിന് അനുമതി ഇല്ല എന്ന് തീരുമാനിച്ചാൽ, ഇതിൻ്റെ ലൊക്കേഷൻ പരിശോധിച്ച് തീരുമാനിച്ചാൽ ഇവരെന്ത് പറയും? 3-ാമത്തെ വിഷയം, 23-ാം തീയതി നിയമസഭയുടെ പരിസ്ഥിതി കമ്മിറ്റി അവിടെ വരികയാണ്. ഇത് മുഖ്യമന്ത്രിക്ക് അറിയാതിരിക്കില്ലല്ലോ. അപ്പോൾ ഈ 23-ാം തീയതി മുഖ്യമന്ത്രി ഈ പരിസ്ഥിതി കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്താണ് എന്ന് നോക്കിയിട്ട്, അവർക്ക് കണ്ണൊക്കെ ഉള്ളതല്ലേ. ഇതിൽ മഞ്ജുഷ ഒരു പ്രധാന കാര്യം, ഇതിൽ വലിയ സാങ്കേതിക വൈദഗ്ധ്യമൊന്നും ആവശ്യമില്ല.
വായിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാവും. അപ്പോൾ പോലീസ് പെർമിഷൻ കൊടുത്തിട്ടുള്ളത് നിയമപരമായി